ആ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ ഒരു സുഖം, ഒരു സംഗീതാത്മകത. പറഞ്ഞു വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ കാര്യമാണ്. ഇന്നലെ ഒരു 100% വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് കളത്തിലേക്ക് ഇറങ്ങിയത്. ഇന്നലെ കളി തുടങ്ങുമ്പോൾ 63 ഓവറായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സ്. 17 ഓവർ കഴിഞ്ഞാൽ ന്യൂ ബോൾ എടുക്കും. ന്യൂ ബോൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഓരോ ബാറ്റ്സ്മാൻമാരിങ്ങനെ കയറിപ്പോകുന്നതാണ് സംഭവം. അതിൻ്റെ ഒരു ഫലം കാണുകയും ചെയ്തു. KL രാഹുൽ അധികം വൈകാതെ ഔട്ടായി. ശുഭ്മാൻ ഗിൽ സെഞ്ചുറി അടിച്ചുടനെ ഔട്ടായി. പിന്നീട് ഇനി ആരുള്ളത്? ഋഷഭ് പന്ത് ആണെങ്കിൽ പരിക്കിൻ്റെ പിടിയിലാണ്. വലിയ ഇന്നിങ്സ് ഏതായാലും കളിക്കില്ലെന്ന് അവർക്കും അറിയാം. കാരണം 3 സെഷൻ താണ്ടണ്ടേ. അപ്പോൾ പിന്നെ ജഡേജയും വാഷിങ്ടൺ സുന്ദറൊക്കെയാണ് അതൊന്നും ഈ ന്യൂ ബോൾ തീർക്കാൻ ഓർത്തിട്ടാണ് ഇംഗ്ലണ്ട് നിന്നത്. പക്ഷേ പൊന്നും മക്കളെ, അതാണ് ഫൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് പോയ കളി ഉറ്റൻ ലീഡ് വഴങ്ങി, 311 റൺസിൻ്റെ ലീഡ് വഴങ്ങി ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ സ്കോർ ബോർഡ് തുറക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബാറ്റ്സ്മാൻമാർ ഔട്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തിരിച്ചുവരവ്. 4-425 നിലയിലാണ് കളം വിട്ടു പോയത്. വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും നമ്മൾ ഇന്ത്യക്കാർ ചിന്തിച്ചതാണ്, യെസ് ഇവന്മാർ എന്തായാലും കുറേ നേരം മുട്ടി നിൽക്കും. കാരണം അവർക്ക് അതിനുള്ളൊരു സ്കില്ലുണ്ട് ഡിഫൻസിനുള്ള. അത് ചെയ്യുന്ന നമ്മൾ വിചാരിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ അവർ നിറവേറ്റി എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ ക്ഷമ നശിച്ചു. ഇവർ ഭയങ്കര പ്ലാനിങ്ങോടുകൂടി ഫീൽഡൊക്കെ സെറ്റ് ചെയ്ത് ഓടി വന്ന് ബോൾ ചെയ്യുന്നു. ഇവന്മാർ ഡിഫെൻഡ് ചെയ്യുന്നു. ഡിഫെൻഡ് ലഞ്ച് കഴിഞ്ഞു, ടീ കഴിഞ്ഞു, ക്ഷമ നശിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ബൗൺസർ എറിയുന്നു, അങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നു. ഒന്നും അങ്ങനെ എഫക്റ്റ് ആവുന്നില്ല. ലാസ്റ്റ് ഇവർ ഒരു സന്തോഷം കാണാൻ ശ്രമിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളി അവസാനിക്കാൻ 15 ഓവർ ബാക്കിയുള്ളപ്പം ഇത്രയും നേരം ഡെഡിക്കേഷനോടുകൂടി കളിച്ച ജഡേജയുടെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയും സെഞ്ചുറി ഞങ്ങൾ കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ജഡേജ 90 അടുത്ത്, പിന്നെ വാഷിങ്ടൺ സുന്ദർ 80 ആയി നിൽക്കുമ്പോഴാണ് ഇവർ വന്നിട്ട്, അതായത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ വന്നിട്ട് കൈ കൊടുക്കുകയാണ്. ഓക്കെ ശരി ഓക്കെ നിങ്ങൾ നല്ലോണം കളിച്ചു, സമനില, ഓക്കെ പോവാം. അപ്പോൾ ജഡേജ പറഞ്ഞു, ഇല്ല കുറച്ച് കഴിയട്ടെ, അതായത് ഞങ്ങൾ ഇത്രയും കളിച്ചില്ലേ, 15 ഓവർ കൂടി ഞങ്ങൾക്ക് കളിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പോയി ബോൾ റീഡാ. കാരണം അവർ അർഹിക്കുന്ന സെഞ്ചുറി തന്നെയാണ്. ഇത്രയും നല്ല രീതിയിൽ ഇന്ത്യ ഒരു കംബാക്കിൽ എത്തിച്ചപ്പോൾ, അതിനുവേണ്ടി അവർ ഡെഡിക്കേറ്റഡോട് കളിച്ചപ്പോൾ അവർ സെഞ്ചുറിക്ക് അടുത്തെത്തിയ ഏകദേശം എല്ലാം 50-60 ഒക്കെ ആണെങ്കിൽ പോട്ട് നോക്കാം. ഇത് ഒരാൾ 80, ഒരാൾ 90 ആയി, 2-3 ഓവറും കൊണ്ട് അവർ നേടും. അപ്പോൾ അത് മുടക്കി അതിൽ സന്തോഷം കാണാനായിട്ടുള്ള ഒരു സാഡിസമാണ് ഇംഗ്ലണ്ട് ശ്രമിച്ചത്. അതിന് സമ്മതിക്കാത്തതോടുകൂടി പിന്നെ ഇവർ ബോൾ കൊണ്ടല്ല വാക്കുകൾ കൊണ്ടുള്ള അറ്റാക്കിംഗ് ആയി ഇംഗ്ലീഷ് ബോളേഴ്സ്. അതായത് ജഡേജനോട് പറഞ്ഞത്, എടാ ഇനി ബോൾ ചെയ്യാൻ വരുന്നത് ഹാരി ബ്രൂക്ക്, ബെൻ ടക്കറ്റൊക്കെ ആയിരിക്കും, നീ അവൻ്റെ ബോളിലാണോ സെഞ്ചുറി അടിച്ച് ആഘോഷിക്കാനൊക്കെ നോക്കുന്നത്? എന്തിനാടാ കളിക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ സെഞ്ചുറി അടിക്കാൻ പാടില്ല എന്നൊക്കെ സാക്ക് റോളി ഇങ്ങനത്തെ എല്ലാവരും ഇങ്ങനെ കളിയാക്കൽ, സ്ലെഡ്ജിങ്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ. ജഡേജ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഇവന്മാർ അതുപോലെ ബോൾ ചെയ്തു. ഹാരി ബ്രൂക്ക് ഫുൾ ടോസ് കയറി ഒരു മാന്യതയില്ലാത്ത കളി. അതൊരു മാന്യമായ ഒരു കളിയല്ല. ബെൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഒരു മികച്ച ക്യാപ്റ്റൻ, മികച്ച ഒരു ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു അളിഞ്ഞ സമീപനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹാരി ബ്രൂക്ക് ഫുൾ ടോസ് ഇടുന്നു, ജഡേജ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഫുൾ ടോസ് പുള്ളി അടിച്ചു 6-2-4 അടിച്ചു, പുള്ളി സെഞ്ചുറി അടിച്ചു. പിന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഊഴമാണ്, അദ്ദേഹവും അടുത്ത 2 ഓവർ കൊണ്ട് സെഞ്ചുറി അടിച്ചു. മൈൻഡ് ചെയ്തില്ല. ഇവരിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അവർക്കതല്ലേ പറ്റൂ. കാരണം കയ്യിൽ കിട്ടിയ ഒരു സാധനം ഇങ്ങനെ പോകുമ്പോഴേ അതൊരു അസ്വസ്ഥത തന്നെയാണ്. ഇന്നലത്തെ സമനില ഒരിക്കലും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു സമനിലയല്ല, അത് വിജയമാണ്. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇന്നലത്തെ സമനില ഒരു തോൽവിയാണ്. കൈ കിട്ടിയ കളി, അല്ലെങ്കിൽ ഒരു 3.25 ദിവസവും മികച്ച രീതിയിൽ കളിച്ചിട്ട് ലാസ്റ്റത്തെ ഒരു 1-1.25 ദിവസം കൊണ്ടാണ് കളി ഇന്ത്യയുടെ പരിധിയിലേക്ക്. വലിയ ഒരു ഫൈറ്റ് ബാക്കാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഒരു ഫൈറ്റ് ബാക്ക്. അതായത് ആ ടെമ്പർമെൻറ്റ്. ആക്ച്വലി 2 ടെസ്റ്റ് ഇന്ത്യ ജയിച്ചിരുന്നെങ്കിലും അതിനേക്കാൾ ഒരു സന്തോഷം പകരുന്ന ഒരു സമനിലയാണ്. ഇതേപോലെ തന്നെ പണ്ട് കൊൽക്കത്തയിൽ രാഹുൽ ദ്രാവിഡും നമ്മുടെ ലക്ഷ്മണനും കൂടി ഓസ്ട്രേലിയക്ക് ഇതേപോലെ ഒരു ഫൈറ്റ് ബാക്ക് കാണിച്ച് ലോങ് പാർട്ട്ണർഷിപ്പ് നമ്മൾ കണ്ടതല്ലേ. അതിൻ്റെയൊക്കെ ചില റിസംബ്ലൻസ് കണ്ടു വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും കൂടി ബാറ്റ് ചെയ്യുമ്പോൾ. അവർ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ്, വിക്കറ്റ് പോവില്ല, നിങ്ങൾ എന്തെറിഞ്ഞാലും വിക്കറ്റ് പോവില്ല എന്ന് പറഞ്ഞു നിൽക്കുക. അതിനു മുമ്പേ KL രാഹുലിനും ശുഭ്മാൻ ഗില്ലും തീർച്ചയായും അഭിനന്ദനം കൊടുക്കണം. 188 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് അവരെടുത്തത്. അത് അടുപ്പിച്ച് 2 വിക്കറ്റ് പോയപ്പോൾ അവിടെ സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ ബാക്കി സെഷൻ രണ്ട് ഫുൾ സെഷൻ നിന്നാണ് ഇന്നലെ ഇന്ത്യയുടെ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് ബാറ്റൻ വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും എടുത്തു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ്. രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് നാൾക്ക് നാൾ ഇമ്പ്രൂവ്മെൻറ്റ്, വെറും ഇമ്പ്രൂവ്മെൻ്റ് അല്ല, നമ്മുടെ ഈ ബാറ്റിംഗ് നിരയിലെ പ്രമുഖ ബാറ്റ്സ്മാൻമാരെക്കാളൊക്കെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആയ രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു 6ാം നമ്പർ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ ഉറപ്പിക്കാൻ പറ്റുന്ന സ്ഥിതിയാണ്. വേറൊരാളെ എനിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെയാണ് ഓൾറൗണ്ടർ എന്ന രീതിയിൽ കാണുന്നത്. രവീന്ദ്ര ജഡേജ മതിയല്ലോ. പിന്നീടുള്ളത് 5 ബൗളിംഗ് കുറച്ച് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം. ഈ ബാറ്റിങ്ങിന് പിന്നെ കുറച്ചൊരു നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഷാർദുൽ ഠാക്കൂറെ പോലെയൊക്കെ ഉള്ള വേസ്റ്റ് ആൾക്കാരെ ഇറക്കാതെ നല്ലൊരു ബൗളറെ ആ സ്ഥലത്ത് ഇറക്കുകയാണെങ്കിൽ
അത് നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് കുൽദീപ് യാദവിനെങ്കിലും അടുത്ത ടെസ്റ്റിൽ ഇറക്കും നമുക്ക് വിശ്വസിക്കാം. അറിയില്ല, ഇറക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി അടുത്ത ടെസ്റ്റിന് അധികം സമയമൊന്നുമില്ല, വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്നുള്ള ചോദ്യം വീണ്ടും വരികയാണ്. കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജയിച്ചല്ലേ ഒക്കൂ, ജയിക്കണമല്ലോ, സീരീസ് പിടിക്കണ്ടേ. സീരീസ് സമനിലയാണെങ്കിൽ ജയിച്ചല്ലേ പറ്റൂ. ഏതായാലും ഈ ജയത്തോളം വരുന്ന സമനില ഇന്ത്യക്ക് തരുന്ന ആത്മവിശ്വാസം വലുതാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ഒരിക്കലും വില കുറച്ച് എവിടെയും ഏത് സിറ്റുവേഷനിലും കാണരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇന്നലെ KL രാഹുലും ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദർ എല്ലാം കൂടി കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 0-2 നിന്ന് പിന്നീട് ഇറങ്ങിയ 4 ബാറ്റ്സ്മാൻമാരിൽ 3 പേരും സെഞ്ചുറി അടിച്ചു. അതിൽ 4ാമത്തവനെയും സെഞ്ചുറി ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. KL രാഹുൽ 90 റൺസ് എടുത്താണ് ഔട്ടായത്. 4-ൽ 4 സെഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പവർ കിട്ടില്ല, പവർ. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ അഹങ്കാരത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഇന്നലത്തെ ഓൾഡ് ട്രാഫോർഡിലെ സമനില.